ഇതിനിടയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നു. പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്കില്ല. എപ്പോഴും കോൺഗ്രസിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന മനോരമ മനസ്സില്ലാ മനസ്സോടെ എഴുതി. കശ്മീരിന്റെ പ്രത്യേക അധികാരത്തെക്കുറിച്ചോ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ പ്രകടന പത്രികയിൽ പരാമർശമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശക്തമായ വിമർശനം ഉന്നയിച്ചു. പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ പൊട്ടിത്തെറിച്ചു. അദ്ദേഹം ക്ഷോഭിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 8-ാം പേജ് വായിക്കൂ മുഖ്യമന്ത്രി. കേട്ട പാതി കേൾക്കാത്ത പാതി മനോരമ 1-ാം പേജിൽ വെച്ചു കാച്ചി. മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് 8-ാം പേജ് വായിക്കൂ. എന്താണ് നമ്മൾ ധരിക്കേണ്ടത്? സാധാരണക്കാരായ ജനങ്ങൾ കരുതി ആ 8-ാം പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പാവ മുഖ്യമന്ത്രി ഈ തിരക്കിനിടയിൽ അത് വായിക്കാനോ മറ്റോ വിട്ടുപോയി കാണും. എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ ആ 8-ാം പേജ് ഒന്ന് വായിച്ചു കളയാം എന്ന് കരുതി ചിലർ വെബ്സൈറ്റിൽ നിന്ന് പ്രകടന പത്രിക ഡൗൺലോഡ് ചെയ്തെടുത്ത് 8-ാം പേജ് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. എന്താണ്? 8-ാം പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു പുല്ലും പറയുന്നില്ല. അതാണ്, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെന്തിനാണ് ഇയാൾ 8-ാം പേജ് വായിക്കാൻ പറഞ്ഞത് അത്ര ധൈര്യത്തോടെ? അതാണ് VD സതീശൻ. അത്ര മനസ്സിലാക്കിയാൽ മതി. ഏതു പച്ച കള്ളവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത മനുഷ്യരൂപമുള്ള ഒരാൾ, അതാണ് VD സതീശൻ. എന്താണ് അദ്ദേഹത്തിന് ധൈര്യം? അദ്ദേഹത്തിന് അറിയാം, വലതുപക്ഷത്തിന്റെ പതാകവാഹകരായി മാറിയ കേരളത്തിലെ മാധ്യമങ്ങൾ താൻ എന്തു പച്ച കള്ളം പറഞ്ഞാലും ജനങ്ങളുടെ ഇടയിൽ അത് പ്രചരിപ്പിച്ചുകൊള്ളും. ഒന്നും തിരിച്ചിങ്ങോട്ട് ചോദിക്കില്ല. ഇപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിച്ചിട്ടുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. എന്താ കാരണം? അതിനിടയിൽ കിട്ടിയിട്ടില്ല. കിട്ടാത്തതിന്റെ കാരണം എന്താണ്? കോൺഗ്രസ് അത് അച്ചടിച്ചിട്ടില്ല. കേരളത്തിൽ ഓരത് അച്ചടിച്ച് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ വാശിയോടെ ചിലർ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചതാണ്. അപ്പോൾ ഇവർ കണക്കാക്കുന്നത് എന്താണ്? മനോരമ പ്രചരിപ്പിച്ചുകൊള്ളും. 8-ാം പേജിൽ ഇല്ല എന്നത് ഇങ്ങനെയല്ലേ മനസ്സിലാവൂ. തൊട്ടടുത്ത ദിവസം MM ഹസനോട് പത്രക്കാർ ചോദിച്ചു, 8-ാം പേജ് എന്ന് പറഞ്ഞിട്ട് 8-ാം പേജിൽ ഒന്നുമില്ല. നിങ്ങൾ എന്തേ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചൊന്നും പറയാത്തത്? MM ഹസൻ കണക്ക് തീർത്ത് അതിന് മറുപടി പറഞ്ഞു. എന്തായിരുന്നു MM ഹസന്റെ മറുപടി? MM ഹസൻ പറഞ്ഞ വാക്ക്, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതാണ് മറുപടി. ആലത്തൂർപ്പടിയിൽ, മലപ്പുറത്ത് പരിസര പ്രദേശങ്ങളിലുള്ള കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുണ്ടെങ്കിൽ ചെവി തുറന്നു കേട്ടുകൊള്ളുക. KPCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന MM ഹസൻ പറഞ്ഞിരിക്കുന്നു, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതാണ് മറുപടി. മാനാഭിമാനത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇനി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുമോ? അപ്പൊ ലീഗുകാർ വയ്ക്കും, മാനാഭിമാനത്തിന്റെ കണിക ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ പ്രശ്നം, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. വയനാട്ടിൽ എന്താണ് സംഭവിച്ചത്? കൊടി താഴെ വെക്കാൻ പറഞ്ഞില്ലേ? കൊടി താഴെ വെക്കാൻ പറഞ്ഞു. ആര്? രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ വന്നപ്പോ കൊടിയും എടുത്തു വന്നു. അത് സ്വാഭാവികം. അപ്പോൾ കോൺഗ്രസിന്റെ വയനാട് DCC പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി PM സുധാകരൻ, അദ്ദേഹമാണ് നേതൃത്വം കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, ലീഗിന്റെ കൊടി ഉയർത്താൻ പാടില്ല, എല്ലാവരും മടക്കിക്കോ. കൊടി മടക്കി അരയിൽ താഴ്ത്തി. അവരുടെ കയ്യിൽ ഒരു ബലൂൺ വെച്ചു കൊടുത്തു കോൺഗ്രസ്. വന്ധ്യ വയോധികർ ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ ബലൂൺ ഇങ്ങനെ ഊതുകയാണ്. ബലൂൺ ഊതി വീർപ്പിച്ച് ബലൂൺ കയ്യിൽ പിടിച്ച് നിൽക്കുക. അടുത്ത തവണ വരുമ്പോൾ ഒരു PP കൂടി കൊടുക്കും കയ്യിൽ. PP വിളിക്കുക, ബലൂൺ ഊതുക. ഇതാണ് ലീഗ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ലീഗിനോട് കൊടി താഴെ വെക്കാൻ പറഞ്ഞ DCC ജനറൽ സെക്രട്ടറി PM സുധാകരൻ ആലത്തിയൂർപ്പടിയിലെ നിങ്ങളുടെ ഈ പൊതുയോഗം ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് BJPയിൽ ചേർന്നു. അറിഞ്ഞോ? വയനാട്ടില് ലീഗിനോട് കൊടി താഴെ വെക്കാൻ പറഞ്ഞ് അത് നടപ്പാക്കിയ, അതിന് നേതൃത്വം കൊടുത്ത DCC ജനറൽ സെക്രട്ടറി PM സുധാകരൻ ഈ യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് BJPയിൽ ചേർന്നു. അതാണ് കോൺഗ്രസ്.